ഹായ്, വെൽക്കം ടു നമ്മുടെ ചാനൽ. അടുത്ത വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കർക്കിടക മാസം 1-ാം തീയതിയാണ്, രാമായണ മാസമാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അമ്പലത്തിലേക്ക് ഒന്ന് പോവാം എന്നൊക്കെ ചോദിച്ചു. കുറേ നാളായിട്ടാണ് ഗുരുവായൂർ പോയിട്ട് എന്തോ ഒരു തടസ്സം പോലെ ഗുരുവായൂർ കണ്ട് എത്തുന്നില്ല, എന്തൊക്കെയോ ഒരു തടസ്സം. അപ്പോൾ എന്തായാലും ആ തടസ്സങ്ങളൊക്കെ മാറ്റി ഗുരുവായൂർ പോകണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അടിച്ച് തുടയ്ക്കണം. എന്താ വെച്ചാൽ 1-ാം തീയതി അല്ലേ, വീടൊക്കെ തന്നെ ക്ലീനായിട്ട് കിടക്കട്ടെ എന്ന് വെച്ചാൽ. വീടൊക്കെ ഇന്നലെ ക്ലീന് ശങ്കരാതിയിട്ട് വീടൊക്കെ പൊടി കാര്യങ്ങളൊക്കെ തട്ടി ഓൾറെഡി. പിന്നെ അതിന് മാത്രം പൊടിയും കാര്യമില്ല, നമ്മുടെ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. എന്നാലും ഈ പറഞ്ഞാൽ ഒരു ദിവസം മുടികൾ ഇങ്ങനെ കുനിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇവിടെ അന്നൊന്ന് ക്ലീൻ ആക്കണമെന്ന് കുറേയേറെ ക്ലീനാണ്. എന്നാലും നമ്മൾ ജനിച്ചു വരുമ്പോൾ പഠിച്ച ശീലമാണ്. എൻ്റെ അമ്മ ശങ്കരാന്തിക്കിൻ്റെ പൊന്നോ ഓത്തില്ലാത്ത പണിയൊന്നും എൻ്റെ അമ്മയ്ക്ക് ഉണ്ടാവില്ല. എൻ്റെ അമ്മ അങ്ങനെയാണ്. അപ്പോൾ അത് കണ്ടു വളർന്ന മക്കളല്ല. അപ്പോൾ നമ്മളും അങ്ങനെ ഓട്ടോമാറ്റിക്കലായി അങ്ങനെയായി മാറും. നമുക്കും ആ ശീലങ്ങൾ കിട്ടും, ക്ലീൻ ആക്കണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളത് ഈ അമ്പലത്തേക്ക് വളരെ തിക്കും തിരക്കിലാണ് കേട്ടോ. തെറ്റിപ്പോയത്. അപ്പോൾ കർക്കിടക മാസം എന്നാണ് നമുക്ക് രാമായണ മാസം. ഭയങ്കര ഫീലല്ലേ, ഓരോ മാസത്തിന് ഓരോ ഫീലിങ്സ്. നമുക്ക് ആ സമയം അമ്പലത്തിന് അന്തരീക്ഷത്തിന് തന്നെ ഒരുപാട് മാറ്റങ്ങളും കാരണം നമ്മുടെ മനസ്സിനും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് തോന്നും. എനിക്കങ്ങനെയാണ്. പിന്നെ ഈ നമ്മൾ രാവിലെ തന്നെ നമുക്ക് കഴിക്കാനുള്ള ഗുളിക കഴിച്ചു. പിന്നെ കുറച്ച് ചിയാ സീഡ് വെള്ളത്തിലിടാണ് കേട്ടോ, കുടിക്കാൻ വേണ്ടിയിട്ട്. അത് വെള്ളത്തിലിട്ട് അവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പല്ലേക്കാൻ വന്നു. പല്ലേച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ അമ്പലത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അത്. അപ്പോൾ അമ്പലത്തിൽ വേണ്ടി സാരിയൊക്കെ മാറി വിളക്ക് കത്തിക്കാം കേട്ടോ. കർക്കിടക മാസം 1-ാം തീയതി. അപ്പോൾ നമ്മുടെ വീട് അടിച്ചുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വിളക്ക് കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയിലും നമ്മൾ ജസ്റ്റ് കുന്തിരിക്കൊക്കെ കത്തിച്ച് വയ്ക്കണം, ഒന്ന് ഫ്രഷായിട്ട് സ്മെല്ലും കാര്യങ്ങളൊക്കെ അടുക്കള വരിക. അപ്പോൾ നമ്മളോട് ആരോ കമൻറ്റിലൂടെ ഇൻസ്റ്റയിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന നേരത്ത് ടി വി വെക്കല് വെച്ചാൽ ടി വി ഓഫ് ചെയ്ത് ടി വി വെച്ചിട്ടില്ല, ടി വി സ്റ്റെക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് എപ്പോഴോ ഉണ്ണോട് വെച്ചതാണ്, ഓഫ് ചെയ്യാൻ മറന്നതാണ് കേട്ടോ. അല്ലാണ്ട് ടി വി ആണില്ലായിരുന്നു. കുളിക്കാൻ പോണേക്കാളും മുന്നേ അവർ ടി വി ആണായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുല്ലമർമ്പത്താവ് അമ്പലത്തിലേക്കാണ് കേട്ടോ. രാവിലെ തന്നെ അത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് മുല്ലമർമ്പത്താവ് അമ്മേടെ അടുത്തേക്ക് പോകും. എന്തുണ്ടെങ്കിലും നമുക്ക് ഓടിയെത്തി നമ്മുടെ വിഷമങ്ങൾ പറയുന്ന ഒരാളാണ് മുല്ലമർമ്പത്താവ് അമ്മ. അങ്ങനെ കാത്തുമ്പോൾ അത് ഭയങ്കര മാമിയേ എന്ന് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നടന്ന് തൊഴിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ പൊന്നാണ് ഈ വീഡിയോ എടുത്ത് തന്നെയാണ്. പൊന്നിനെ കാണാത്ത പൊന്നു അവിടെയുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോയി വന്ന് വിഷ്ണുമാരുടെ അമ്പലത്തേക്കും പോയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ കർക്കിടക മാസം 1-ാം തീയതി ആയിട്ട് ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോയി വന്നു. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറൊക്കെ കൊണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കുറേ ദിവസം കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു മിനിറ്റ് രണ്ടാമതുണ്ട്. അപ്പോൾ കാണാല്ലേ, ഒന്നുകൂടി പിന്നാക്കി വയ്ക്കാം. ഓക്കെ. അങ്ങനെ ഞങ്ങൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം കർക്കിടക മാസം 1-ാം തീയതി ഞങ്ങൾ അമ്പലത്തിലേക്കൊക്കെ പോയി വന്നു. വിഷ്ണുവാണ് അമ്പലത്തിൽ ചോറൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഞങ്ങളൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അവർക്ക് ട്യൂഷന് പോകണം നേരമില്ല മോന. അപ്പോൾ നമ്മുടെ കുണുക്കമ്മോൻ്റെ റീല് നമ്മുടെ കുണുക്കമ്മോൻ്റെ ഒരു റീല് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് കമൻറ്റും ലൈക്കൊക്കെ വരുന്നത്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ ഒരു വീഡിയോക്കാണ് കമൻറ്റ് ലൈക്ക് വരുന്നു. ഒരുപാട് ആൾക്കാരൊന്നു കുണുക്കമ്മോൻ്റെയും പൊടിക്കിട്ട് വെട്ടിയത് ഇഷ്ടമായിരുന്നു. പിന്നെ കുണുക്കമ്മോൻ ഇന്നലെ ഭയങ്കര വിഷമമായിരുന്നു അല്ലേ. ഇന്നലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടായിരുന്നു നോക്കിയിട്ട് കുട്ടി വിഷമിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഓക്കെ മന്നെ സാരില്ല അല്ലേ, നമുക്ക് പഠിച്ച് ആരാവണോ പൈലറ്റ് ആവണം. ദൈവമേ എവിടുന്നൊക്കെ ആണോ കുട്ടിയെ കുണുക്കിനെ ഫ്ലൈറ്റ് പോയപ്പോഴെപ്പോഴോ ഫ്ലൈറ്റിൽ പോയപ്പോൾ അവന് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ വരി നിൽക്കുമ്പോൾ ബോഡി പാസിന് നിൽക്കുന്ന ബോഡി പാസല്ല നമ്മൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്ന സമയത്ത് നമ്മളെ ഫ്ലൈറ്റ് ഓടിച്ച പൈലറ്റ് രണ്ടാം ലേഡി ഒരു അത്യാവശ്യം വയസ്സുള്ള ഒരാൾ തന്നെ ആളുകൂടി കൊടുക്കുക. നല്ല രസമുണ്ട് കേട്ടോ ആ യൂണിഫോം കിട്ടണം. അപ്പം നമ്മൾ കൊടുക്കുക. നമ്മളന്ന് ഫ്ലൈറ്റ് ഓടിച്ച പൈലറ്റാണ് പോകണമെന്ന് നോക്കി എന്ത് രസമാണ് ഏതാ പറഞ്ഞിട്ടാ. നല്ല രസമുണ്ട് അവരെ കാണാൻ. ആ യൂണിഫോമിലാണ് നല്ല ഭയങ്കര കെറ്റപ്പ് നല്ല ഭയങ്കര.
അന്നോട്ട് എൻ്റെ മോന് തോന്നിയൊരാഗ്രഹം, ഞങ്ങൾ ആരും പറഞ്ഞില്ല, അന്നോട്ട് അവന് തോന്നിയൊരാഗ്രഹമാണ് അവന് പൈലറ്റ് ആവണം. ലൈഫിൽ നടന്നിട്ടോ ഒന്നുമില്ല, പക്ഷെ അവരുടെ ഒരു ആഗ്രഹം അവന് സ്വയം പറയുമ്പോൾ നമുക്കൊരു സന്തോഷം ആവില്ല, അതൊന്നും അറിയില്ല. പക്ഷെ എൻ്റെ മോൾക്ക് ടീച്ചറാട്ടോ, ആദ്യം പറഞ്ഞ് പൈലറ്റ് ആവണം, അതേപോലെ ലേഡിയെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ പൈലറ്റ് ആവണം. ഇപ്പോൾ അവൾക്ക് ടീച്ചറാവാനാണ് ഇഷ്ടം. എൻ്റെ കുണുക്കുമ്പോന് പൈലറ്റ്. ഇപ്പം ഫുള്ള് നേരം ടി വിയിൽ ഈ കുറേ ഇംഗ്ലീഷുകാർ ഫ്ലൈറ്റ് ഓടിക്കുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളും കാണിക്കണം. അപ്പോൾ എന്തായാലും അവൻ്റെ ആഗ്രഹം അതാണെങ്കിൽ നടക്കുമെന്നൊന്നും പല നമ്മളോട് പറ്റുന്നില്ല. അപ്പം എന്തായാലും ആഗ്രഹങ്ങളല്ല, ആഗ്രഹിക്കാലോ അല്ല. പിന്നെ കുന്നോളം ആഗ്രഹിച്ചാൽ കുന്നിക്കുരോളം കിട്ടും അല്ലേ. എൻ്റെ മോൻ കുന്നോളം ആഗ്രഹിക്കുമ്പോൾ എൻ്റെ മോന് ദൈവം കുഞ്ഞിക്കുരോളം തരും. അപ്പം അവൻ്റെ ലൈഫിൽ അവനൊരു ആഗ്രഹമാണ് പൈലറ്റ് ആവുന്നത്. എന്താണോ അറിയില്ല, കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നു. നമ്മളാരും ഒന്നും പറഞ്ഞിട്ടോ ഒന്നുമില്ല, സ്വന്തമായിട്ട് അവൻ പറഞ്ഞൊരു കാര്യം അത് കേൾക്കുമ്പോൾ സന്തോഷം. എന്താ വെച്ചാൽ സ്വന്തമായിട്ടൊരു തീരുമാനങ്ങൾ അവർ പറയുമ്പോൾ, അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ അത് സന്തോഷമാണ്. അതൊരു ആഗ്രഹമാണ്. നീ നല്ലോണം പഠിക്കണം, നല്ലോണമൊക്കെ പഠിച്ചാൽ മാത്രം നമുക്ക് പൈലറ്റ് ആവാൻ പറ്റുള്ളതെന്ന് പറയുമ്പോൾ കുട്ടീനെ അവൻ്റെ ആഗ്രഹം പോലെ ഞാൻ നല്ലൊരു സ്കൂളിൽ ചേർത്താൽ നന്നായി പഠിക്കാം അല്ല. പിന്നെ നന്നായി പഠിക്കില്ല നമ്മൾ, ഗുഡ് ബോയ് ആവില്ലേ. അങ്ങനെ നമ്മുടെ ഈ കൃപയിൽ ഉള്ള ഒരു മോഡൽ മാലയാണ്. അതിന് മുന്നേ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ മേടിച്ചിട്ട് എന്താ വെച്ചാൽ അതിൻ്റെ കമ്മൽ കണ്ട് നമുക്ക് ഏത് ഏജിക്കാർക്കും യൂസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ഭയങ്കര രസമായിട്ട് കാണാം. ഈ ഒരു കണ്ടോ, ഒരു പിങ്ക് റൂബിക്കല്ല് പോലെ കേട്ടോ, അതിൻ്റെ ചുറ്റും വൈറ്റ് സ്റ്റോണും നല്ല രസമായിട്ടൊക്കെ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ നമുക്ക് ഈ തടിയുള്ളവർക്കും നല്ല സിമ്പിളായിട്ട് നമുക്കൊരു അമ്പലങ്ങളിലേക്ക് പോകുമ്പോൾ സാരിക്ക് ഏത് സെറ്റ് മോഡലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ വേണ്ടി ഒരു നല്ല പോലെ നല്ല പോലെ. എൻ്റെ മോനൊരു കാര്യമുണ്ട്, അവൻ നല്ലതിനെ മാത്രം നല്ലതെന്ന് പറഞ്ഞു അത്ര ഇഷ്ടമുള്ള കാര്യം ഓക്കെ പറഞ്ഞു. അവൻ്റെ പ്രത്യേകിച്ച് അവൻ്റെ ഒരു പ്രത്യേക കാര്യമുണ്ട്. അവൻ്റെ ഫുഡായാലും നല്ലതുകൾ കാണും. അതൊക്കെ പറഞ്ഞു. ഇപ്പം എനിക്ക് കമൻറ്റുകൾ മൊത്തം വരുന്ന അമ്മ അമ്മയുടെ ഷേപ്പിൽ നോട്ടെ, അമ്മയുടെ ഷേപ്പാണ് നോട്ടെ. ആണോ അമ്മയുടെ ഷേപ്പാണോ? അമ്മയുടെ ഷേപ്പാണ്, അമ്മ മോനാണെന്ന് പറയണത്. അപ്പം ചിലപ്പോൾ പറയാൻ പറ്റില്ല അല്ലേ. അമ്മയുടെ കുട്ടിയാണല്ലേ. അച്ഛൻ്റെ കുട്ടികളായിട്ട് 2 ഉണ്ടല്ലോ. അപ്പം അമ്മയുടെ കുട്ടികളായിട്ട് 2 വേണ്ട. അപ്പം 4 2 അച്ഛൻ്റെ ഷേപ്പ്, 2 അമ്മയുടെ ഷേപ്പ് അല്ലേ. ആരൊക്കെ അച്ഛൻ്റെ ഷേപ്പുള്ളവര്? അച്ഛൻ്റെ ഷേപ്പ് ആരാ? 2 മക്കൾ അച്ഛൻ്റെ ഷേപ്പ്, 2 മക്കൾ അമ്മയുടെ ഷേപ്പ്. അപ്പം ആരൊക്കെയാ അച്ഛൻ്റെ ഷേപ്പുള്ളവർ? പറഞ്ഞ ആർക്കും കിട്ടാറുണ്ട് കൊടുക്ക. നിനക്ക് ആരുടെ അച്ഛൻ്റെ ഷേപ്പ് തോന്നുന്നു? നിന്നെയാ? നിന്നെ അമ്മയുടെ ഷേപ്പാന്ന് പറഞ്ഞു. നീ നിന്നെ പറയാൻ പറ്റില്ല. പൊന്നേച്ചി പൊന്നേച്ചി കുളിക്കുമ്പോഴും സെയിം അച്ഛൻ്റെ ഷേപ്പ് അല്ലേ. അപ്പൊ അമ്മയുടെ ഷേപ്പുള്ള ആരാ? ഞാൻ പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഉണിക്ക് അച്ഛൻ്റെ ഷേപ്പ് പറഞ്ഞില്ലേ. പിന്നെ ആരുള്ളത് അമ്മയുടെ ഷേപ്പില്? അച്ഛൻ അമ്മയുടെ ഷേപ്പ് ഇട്ട്, അച്ഛൻ കുഞ്ഞിച്ചാൻ്റെ ഷേപ്പ് ഇട്ട്. അമ്മ പ്രസവിച്ച ഒരാളോട് അമ്മന്റെ ഷേപ്പുള്ള ഒരാളുണ്ടത്. കുഞ്ഞിനാ? കുഞ്ഞിന്റെ ഷേപ്പ് ഉണ്ട് അമ്മയുടെ? അവൾക്ക് കുശിപ്പിപ്പാറ. അവൾക്ക് അമ്മയുടെ ഷേപ്പാണ്, അച്ഛൻ്റെ ഷേപ്പാണ്. അവൾക്ക് എല്ലാവരുടെയും സ്നേഹമാണ്. ഭയങ്കര കുനിറ്റിയാ. ചെലപ്പം ദേഷ്യം വരില്ല. എന്തിന്? അത് കിട്ടണമെന്നില്ല. കൂടുതൽ ഇവനെ സ്നേഹിക്കുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെ കലിപ്പ് വരും, പ്രാന്തത്യ അല്ലേ. അപ്പം നമുക്ക് ട്യൂഷന് പോയാലോ? അപ്പോൾ ബാത്റൂമിൽ നിന്ന് നോക്കി നമുക്ക് ട്യൂഷന് പോവാം. ഓക്കെ. അപ്പം ഭയങ്കര വലിയ ചെക്കന. ഇത്ര നാளைക്ക് സത്യം ആ മുടിയൊക്കെ കുഞ്ഞു കുട്ടികളെ ചെന്നിട്ട് ഇപ്പം മുടിയൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര മെച്ചൂരിറ്റി തോന്നുന്നു. അവന് ഭയങ്കര വലിയൊരു ചെക്കനൊക്കെ 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെക്കൻ്റെ ഇതിൽ തോന്നുന്നു അവന്. എന്തിനാവട്ടെ അങ്ങനെ. അപ്പം എന്തായാലും കുളിക്കണം. നമുക്ക് ട്യൂഷൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ട്യൂഷൻ വേണ്ട. അപ്പം അവർ ട്യൂഷൻ ആകുമ്പോൾ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും കൊടുത്തേക്കണം. അപ്പം അതേ ബോട്ടിൽ വെള്ളമാക്കി കൊടുത്തിട്ട് സ്നാക്സ് ആയിട്ട് നമുക്ക് തുണ്ട് ഇതിന് പോരാ. പിന്നെ ഒരു തുണ്ട് കേക്കായിട്ട് കൊടുക്കാം കേട്ടോ. കേക്ക് കണ്ടാൽ തിന്നാൻ തോന്നുന്നു. നല്ല കേക്കാണ് ഇഷ്ടം. പക്ഷെ നമുക്ക്
നെസ്റ്റോലെ വാനില കേക്ക് സ്പഞ്ച് കേക്ക് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ലൈറ്റ് മധുരമുള്ള ഭയങ്കര ടേസ്റ്റാണ്. എനിക്കത് ആ കേക്ക് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര സോറി. ഞാൻ പ്രാവശ്യം അത് മേടിച്ചത് മിൽക്ക് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് ചേട്ടാ. മിൽക്ക് കേക്ക് നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഇരട്ടി പണിയല്ല. കേക്ക് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ മിൽക്ക് കേക്ക് ഉണ്ടാക്കി എളുപ്പമായിട്ട് സുഖം. അപ്പോൾ പോയാലോ. അങ്ങനെ ഞാൻ അമ്പലത്തിലേക്ക് പോയതിന് ശേഷം ഉണ്ണിയോളെ ട്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പൊന്നിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പാടത്തിൻ്റെ അടുക്കാൻ കാരണം നമ്മുടെ അടുത്ത് തന്നെ ഒരു പാടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല സത്യം ആ സമയത്ത് വന്നിരുന്നപ്പോൾ ഇത് മനസ്സിന് ഭയങ്കര സന്തോഷം. നല്ല കാറ്റും ഒരു നല്ലൊരു അന്തരീക്ഷം. രണ്ട് സൈഡ് പാടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് ഉണ്ണോളം കൊണ്ടുവരണം. അവരിങ്ങനെ ഈ വഴിക്ക് നമ്മൾ വണ്ടിയിൽ പോകുന്നതാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ കുതിരവേല നടക്കുന്ന പാടില്ലേ, കുതിരവേലൊക്കെ ഞാൻ കാണിക്കാമല്ലോ, ആ ഒരു പാടാണ് കേട്ടോ. അത് പൊന്നിൻ്റെ ബാക്കിലുള്ളതാണ് കുതിരവേലപ്പാടം. പിന്നെ അച്ഛൻ്റെ ഷോളിൻ്റെ അവിടെ സൂം ചെയ്ത് നോക്കിയാണ് നമ്മുടെ പള്ളിയാണ് കേട്ടോ. നമ്മുടെ കുന്നത്തെ പള്ളിയാണ് അത് കാണുന്നത്. അങ്ങനെ ഞങ്ങളിത് കാത്തുമ്പോൾ ഭയങ്കര വാശിക്കാനായിട്ട് കുറേ നേരമൊക്കെ എടുത്ത് നടന്നു. പിന്നെ നമുക്ക് വന്നതിന് ശേഷം പ്രത്യേകിച്ച് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബുക്കും കാര്യങ്ങളും പുതിയ ഉണ്ടായിരുന്നു, കുണുക്കി കൊണ്ടുപോകാനുള്ള ബുക്ക് പുതിയ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നമ്മുടെ രാവിലെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോൾ തന്നെ ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചു ഒരു ഉണ്ണിക്ക് കുണുക്കിന് വയ്യാണ്ട് ഒന്നും ഇറങ്ങി മരുന്നൊക്കെ കൊടുത്തു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. വയ്യാതെ ഇന്ന് പറഞ്ഞേക്കേണ്ടതെന്നായിരുന്നു വിചാരിച്ചത്. അങ്ങനെ രാവിലെ തന്നെ എണീച്ച് വരുമ്പോൾ നല്ല മഴ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മഴയൊക്കെ കണ്ട് ഇങ്ങനെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. സത്യം പറഞ്ഞാൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിങ്ങനെ ഇരിക്കണം സിറ്റ് ഔട്ടിൽ. പക്ഷേ നമുക്ക് അതിനുള്ള നേരവും കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല മഴയാണ് ഇങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട്. ഇതിൻ്റെ ശബ്ദം ഭയങ്കര ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ നമ്മൾ ഷീറ്റുമേക്ക് മഴ പെയ്യുമ്പോൾ ഭയങ്കര ശബ്ദമാണ് കേട്ടോ. അങ്ങനെ ഈ വീടിൻ്റെ അകത്തേക്ക് നമുക്കിനി നേരെ അടുക്കളയിലേക്ക് പോകട്ടെ. നമ്മുടെ മെയിൻ സ്ഥലം നമ്മുടെ അടുക്കളയാണല്ലോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയിട്ട് കുഞ്ഞുങ്ങളെ വാട്ടർ ബോട്ടിലും കാര്യങ്ങളും ഒക്കെ അവിടെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി എടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഗ്ലാസ് തുടയ്ക്കുന്ന അപ്പോൾ കർക്കിടക മാസം 2-ാം തീയതിയാണ്. കർക്കിടക മാസം 2-ാം തീയതി രാവിലെ എണീച്ച് ഇന്നോട്ട് കുണുക്കനോണിക്ക് സ്കൂളിൽ പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് നമ്മുടെ ഒരു ഇതിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ട് വേറെ എന്നിട്ട് കുണുക്കുന്ന രാത്രി ഉറങ്ങിയിട്ടില്ല. ചെവി കുത്തും ചെവി വേദന. രാത്രി 2:30 ആകുമ്പോഴേക്കും തുടങ്ങി ഭയങ്കര വാശിയുണ്ട്. 2:45 കഴിഞ്ഞിട്ട് വേദനയില്ല. ഗുളിയുണ്ടായിരുന്നു. എൻ്റെ പകുതി എടുത്ത് കൊടുത്ത് ഇവിടെ കുറേ കഴിഞ്ഞാണ് ഉറക്കം കിട്ടിയത്. ചെവി കുത്തിയിട്ട് കുട്ടി ഒരു 2-3 ദിവസം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണു കേട്ടോ. അന്ന് ഇത്രയും രൂക്ഷമായിട്ടുണ്ടായിരുന്നു. ചെവി ഇവിടെ വേദനിക്കണം. പിന്നെ ദിവസം കൂടെ കുറച്ച് വീർമതി കണ്ടു. നീരിറങ്ങിയതാണ്. പിന്നെ തുമ്പി വരച്ചിട്ട് എന്താണെന്ന് അറിയില്ല. ഇതിപ്പോൾ ഇന്ന് എന്തായാലും പോയി കാണിക്കണം. എന്താ വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ എനിക്ക് ചെവിട് കുത്തായിരുന്നു വില്ലനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഓരോ കുട്ടികൾക്കും ഓരോ അസുഖമുണ്ട്. എൻ്റെ കുട്ടിക്കാലം ഫുള്ളും എനിക്ക് ഭയങ്കര അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും മറ്റുള്ള അസുഖങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് ആകെ ഒരു കേടുവര് ചെവി കുത്തായിരുന്നു. അത് കുഞ്ഞിനും കുറച്ചുണ്ടായിരുന്നു. പൊന്നിന് അങ്ങനെ ചെവി കുത്തോ കാര്യമൊന്നും ഉണ്ടായിട്ട് കുണുക്കുമ്പോനും അതേപോലെ ചില കുട്ടികൾക്ക് അമ്മമാരുടെ ഒന്നും കിട്ടുന്ന കുണുക്കുമ്പോനും അതുപോലെ ചെവി കുത്തി. എനിക്ക് ഇതിനേക്കാളും കുട്ടി പ്രായത്തിനൊട്ടിക്കുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ചെവി കുത്തി കഴിഞ്ഞാൽ കുണുക്ക് ഭയങ്കര വശത്തും. പിന്നെ കുണുക്കൊരു പേടിയാണ്. എന്തെങ്കിലും ഒരു ചെറിയ അസുഖം കുണുക്കൊരു പേടി കൂടുതലാണ്. അമ്മ അത് മാറില്ല, അമ്മ അത് മാറില്ല അങ്ങനെ പറയാം. പക്ഷേ ഞാൻ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. വേറൊരു ക്യാരക്ടറാണ്. ഞങ്ങൾക്ക് എത്ര വൈകിലും ഒരു മൂലയിൽ തലവണ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും ഹാളിലങ്ങനെ. അപ്പോൾ അച്ഛൻ വന്നിട്ട് എന്ത് വൈകി ചെവിട് വൈകിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അച്ഛൻ അറിയിക്കും എന്നൊരു അസുഖം ചെവിട് കുത്താന്ന് അറിയാം. പിന്നെ ഒരിക്കലാണെങ്കിൽ ഒരു ന്യൂമോണിയ വന്നിട്ട് ഞാൻ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും കുട്ടിക്കാലത്ത്. ബാക്കിയെല്ലാണെങ്കിൽ പനി കഫക്കെട്ടോ ചുമയോ സ്കൂളിൽ പോകുന്നത് അങ്ങനത്തെ അസുഖങ്ങളേ വരാറില്ല. പനിയൊന്നും അങ്ങനെ വരാതെ ഒരിക്കൽ ലൈഫിലേക്ക് ഓർമ്മയിൽ കുട്ടിക്കാലത്ത് ന്യൂമോണിയ വന്നു. പിന്നെ എനിക്ക് ഒരു കല്യാണം കഴിഞ്ഞിട്ട് പൊന്നൂന് വിശേഷം കിട്ടണ ആ ഒരു സമയത്ത് പിന്നെ ഒരു ചെറിയ പനി വന്നു. പിന്നെ കുറേ വർഷം കഴിഞ്ഞ ശേഷം കുണുക്ക പോലെ പ്രസവിച്ചെടുക്കുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഒരു പനി വന്നു. എനിക്ക് അധികം അങ്ങനെ പനി വരുന്ന ഒരു ക്യാരക്ടർ. പനി കഫക്കെട്ടിച്ചോ അങ്ങനെ വരാറില്ല. ഇപ്പോൾ അടുപ്പിച്ചാൽ പിന്നെ കഫക്കെട്ടിച്ചോമയ്ക്ക് ഇടയിൽ വന്നത് തൊണ്ടവേന വരും കേട്ടോ എപ്പോഴെങ്കിലും ആ ഒരു അസുഖം വന്നു. അപ്പോൾ അതുപോലെ പക്ഷെ ഞാൻ ഇങ്ങനെ കിടക്കണം ഉണ്ടാകാറുണ്ട്. പിന്നെ കിടക്കുമ്പോൾ എനിക്ക് രാത്രി കയറി മുണ്ടില്ല, കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടാവും. അപ്പോഴാണ് അച്ഛനും അമ്മ അറിയാം എനിക്ക് വയ്യ ചെവി കുത്തുന്നത്. അല്ലാണ്ട് ഞാൻ അയ്യോക്ക് വേദനയ്ക്ക് ഓളി ബഹളം ഉണ്ടാക്കില്ല. കുട്ടിക്കാലം തൊട്ടേ അങ്ങനെയാണ്.
ഭയങ്കര സൈഡിൽ നിന്നിങ്ങനെ കരയുണ്ടോ കണ്ണിങ്ങനെ വെള്ളം വരുന്നുണ്ടോ ആ വരുമ്പോൾ അറിയാം അവർ നോക്കും ഇങ്ങനെ ഓടി ചാടി നടക്കുന്ന ആളിങ്ങനെ കിടക്കണാണെമ്പോൾ നോക്കും അങ്ങനെ എനിക്ക് വയ്യാന്നുള്ളത് അച്ഛനും അമ്മയും അറിയാറ് അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടും പകരം രാത്രിയൊക്കെ എൻ്റെ മരുന്നില്ലെങ്കിൽ അച്ഛനൊന്നും എന്നിട്ട് മുളക് അല്ലേ മുളകിൻ്റെ കുരു ഇങ്ങനെ ചുട്ടിട്ട് മുകളെ വെളിച്ചെണ്ണ ഒഴിക്കുക എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട് വറ്റൽമുളക് എന്നിട്ട് അതിൻ്റെ എണ്ണ ചവിട്ടിക്ക് ഒഴിച്ചില്ല ചെയ്യട്ടേക്ക് അതൊരു ചെറിയ ഓർമ്മയിലുണ്ട് എന്താ എനിക്ക് കറി ഇപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും നടക്കില്ല ഇവിടെ ചെവി കുത്തിൻ്റെ മരുന്ന് തരം ഒരിക്കൽ കുളിക്കുന്നുണ്ടായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ കഴിയുന്നതും ഉണ്ടായിരുന്നു അതിൻ്റെ ചിലപ്പോൾ അതിനുവേണ്ടി ചെയ്യുന്നത് പനിയുടെ ഒഴിക്കുക എന്ത് തീർന്നു അപ്പോൾ അങ്ങനെ പിന്നെ എന്തായാലും വെള്ളിയാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പക്ഷേ ചെവി അനുസരിച്ച് നമ്മൾ പറഞ്ഞു വെച്ചിട്ടും കാര്യമില്ല പകുതിക്കുന്ന വെള്ളിയിൽ എന്താ വെച്ചാൽ ഈ വേദന ഡോസ് ഇറങ്ങിയാൽ ചെവി കുത്തുന്നത് ഇവിടെ കൊണ്ടിട്ട് തീർന്നത് കാണാൻ ഇപ്പം നീരിറങ്ങിയതാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരു ENT എന്തായാലും കാണിക്കേണ്ടി വരും എന്താ വെച്ചാൽ 3-4 ദിവസം ഇങ്ങനെ ചെവി വേദന പറയണം കേട്ടോ അപ്പം അന്ന് ഞാൻ പള്ളി സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നത് അപ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ ടീച്ചറോട് എനിക്ക് ചെവി വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ സ്കൂളിൽ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് അത് ചെവി വേദനിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് മാറിയെന്ന് പറഞ്ഞു ടീച്ചർ അങ്ങനെ അല്ല ചേട്ടാ എവിടെ ഞാൻ സംസാരം തുടങ്ങിയതിന് ശേഷം ഈ മനുഷ്യനോട് കാണാൻ നിങ്ങളുടെ അന്ത്യല്ലോ നമ്മൾ ഷർട്ടൊന്നും കണ്ടല്ലേ നടക്കപ്പോൾ ഷർട്ടൊക്കെ ഇട്ടിട്ട് പിന്നെ കഴുകാനും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വലിയ മക്കളെ അല്ല ഞാൻ കൊടുക്കണ്ടേ ചെയ്യില്ല ഓരോ ചെറിയ ചെറിയ തടസ്സങ്ങൾ ശരിയാവും അല്ല ഇനിയിപ്പോൾ നമ്മളത് പറഞ്ഞു വെച്ചാലും ഇപ്പോൾ 2 പ്രാവശ്യം പറയണം ചെവി പിന്നെ ചെവി വേദനയുടെ അവസ്ഥ എന്താണെന്ന് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആളെന്ന് വെച്ചാൽ ആ കുട്ടിക്കാലം തൊട്ടുള്ള ചെവി വേദന പിന്നെ അനുവേട്ടനാണ് എൻ്റെ പണി കിട്ടിയത് വലുതായപ്പോൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞിനൊക്കെ ഉണ്ടായതിന് ശേഷം ഈ 2 ചെവി എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ചെവി വേദന മാറിയത് കേട്ടോ കിടക്ക ചെവി പഴുക്കാനുള്ളതെന്ന് വെച്ചാൽ അങ്ങനെ വരെ അങ്ങനെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ചെവിയുടെ പ്രശ്നം ഭയങ്കരമായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവിൽ ആഴ്ചയിൽ ഡോക്ടറെ ശരീരം വെച്ച് കഴിച്ചത് വേറെ അസുഖങ്ങളൊന്നുമില്ല ഈ ചെവി വേദന ഉണ്ടായിരുന്നു ലൈഫിൽ എനിക്ക് അതൊന്നും വലുതായതിന് ശേഷം മാറിയതായിരുന്നു പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം വന്നത് എന്നിട്ട് ചെവി 2 വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പം എനിക്ക് ചെവി വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ 2 ചെവിക്കും ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അത് വന്നത് ചെറിയ തോതിൽ വന്നത് അങ്ങനെ മാറി കിട്ടിയ രക്ഷപ്പെട്ടു അപ്പോൾ കുഞ്ഞിനുണ്ടായിരുന്നു ഇതുപോലെ ഒരു പ്രായത്തിൽ ചെവി കുത്തുന്ന കുഞ്ഞിനുണ്ടായിരുന്നു കേട്ടോ അമ്മമാരുടെ പാരമ്പര്യം അച്ഛൻ്റെ എന്തി 2 ഉണ്ട് അപ്പം അമ്മയുടെ എന്തി 2 അങ്ങനെയായിരുന്നു അലർജി അത് നിങ്ങളെ ഉണക്കിന് ഭയങ്കര അലർജി ഇന്നലെ രാത്രി തുമ്പിട്ട് കണ്ണൊക്കെ വീർക്കും കേട്ടോ ഭയങ്കര തുമ്പി കഴിഞ്ഞാൽ നിൽക്കണില്ല സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണില്ല അപ്പൊ പൂപ്പിയോട് ചോദിച്ചിട്ട് നമുക്ക് അലർജിയുടെ ഡോക്ടറെ കാണിക്കാം അത് കാണിക്കാല്ലോ എന്തായാലും ആ തുമ്പല് മാലിന്യം സ്കൂളിൽ ഭയങ്കര നമ്മളുള്ള അടുത്തുള്ള പിള്ളേർ തുമ്പി മൂക്കുന്ന ഇങ്ങനെ ഭയങ്കര നല്ല മുടി വെട്ടാൻ പോയപ്പോയത് അവനെ തലയിൽ വെള്ളം അടിച്ചു പിന്നെ അവിടെ ഒരു ഇങ്ങനെ പൗണ്ടറിൻ്റെ അതിനൊക്കെ മണമുണ്ടല്ലോ ബാർബർ ഷോപ്പുകളിൽ അപ്പോൾ അതിൻ്റെ മണമൊക്കെ ഒരു മൂക്കരിച്ചു ആ മുടി ഇങ്ങനെ തുമ്പിയേ നിന്നായിരുന്നു അങ്ങനെ അപ്പോൾ അതിനൊരു അലർജിയുടെ ഡോക്ടർ അവനും കാണിക്കണം അവൻ്റെ അമ്മയ്ക്കും കാണിക്കണം അതിൻ്റെ ഡോക്ടർ നമ്പറും കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ ഡോക്ടറിൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിനൊന്നും 10 മണി തൊട്ട് 11 മണി വരെ വിളിക്കുന്ന ടൈമൊന്നും പറഞ്ഞത് ഒക്കെ എന്നെ ഞാൻ ഇപ്പോൾ കാണിക്കണ്ടേ കാണിക്കണമെന്ന് പറഞ്ഞത് എന്നെ ഇപ്പോൾ ആദ്യം കൊടുക്കാൻ കാണിക്കാം കൊടുക്കണ്ട സൊമാറ്റോ അവരെല്ലാം സ്കൂളിൽ നമ്മൾ പിന്നെ വീട്ടിലൊത്തിരിക്കണമല്ല അലർജിയുടെ ഉള്ളിൽ തിന്നുന്ന ഒരു വിഭാഗമുണ്ട് എത്ര വർഷമായി ഞാൻ അലർജിയുടെ ഗുളി കഴിക്കുന്നു മണ്ണാത്തുള്ള അപ്പൊ പോവാൻ നമുക്ക് ആദ്യം അടിച്ചു കളിക്കട്ടെ കറക്കണ മാസം അടിച്ചടിച്ച് കുളിച്ച് വിളക്ക് വെക്കട്ടെ അതിനാണ് എൻ്റെ ചെറിയ അങ്ങനെ ചെയ്യും ഞങ്ങൾ അടുക്കളയിലേക്ക് പോകാൻ കേട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ ഈ ഇതുവരെ നമ്മുടെ പണ്ടത്തെ വീടുണ്ടായിരുന്നല്ലോ അവിടെ നമ്മൾ പുതിയ എടുത്ത സ്ഥലമാണ് ഒരു അടുക്കള ഞാൻ ഒരു ഹോം ടൂറൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ചെയ്തിട്ടില്ല ചെയ്യണം ഒന്നിനും നേരമില്ലാത്തൊരവസ്ഥയാണ് ഒക്കെ തിക്കും തിരക്കും ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഓട്ടപ്പാച്ചിലാണ്
അങ്ങനെ രാവിലെ തന്നെ വന്നതിന് ശേഷം നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ ഇന്നലെ രാത്രി ആകുമ്പോൾ ഞാൻ വെച്ച പരിപ്പ് കറി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചൂടാക്കാന്ന് വെച്ചിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമായ പരിപ്പ് കറി. വേറെ ഒന്നുമില്ല, പരിപ്പും ബീൻസും തക്കാളിയും കൂടി പച്ചരച്ച് വെച്ച കറിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതുവരെ ചെയ്തിട്ട് തോന്നുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന സ്പെഷ്യലാണ് പരിപ്പും തക്കാളി ബീൻസും, പരിപ്പും പടവലങ്ങയും തക്കാളിയും പച്ചരച്ച് വയ്ക്കുന്നതൊക്കെ. അതും ഒരു മീൻ വറുത്തുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് ചോറുണ്ട്. കേട്ടോ ബീൻസ് കാണില്ല കേട്ടോ, നല്ല കനം കുറഞ്ഞ് അരിഞ്ഞിടണം കേട്ടോ. അല്ലെങ്കിൽ ഈ പച്ചക്കറി കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറക്കി കളയും. ഇതാണെങ്കിൽ പറക്കി കളയാൻ പറ്റില്ല, എന്തായാലും അവർ കഴിച്ചേ പറ്റൂ. അങ്ങനെ നമ്മൾ പരിപ്പൂട്ടാനൊക്കെ ചൂടാക്കിയതിൻ്റെ ശേഷം നമ്മൾ അടുപ്പത്ത് ഗ്രീൻ പീസ് വേവിക്കാൻ വെച്ചു. ആ വേവണ നേരം കൊണ്ട് ഞാൻ ഇപ്പോഴത്തെ മസാല ഗ്രീൻ പീസിലേക്കുള്ള മസാല സെറ്റാക്കട്ടെ. അപ്പോൾ അതിനേട്ടൻ പറഞ്ഞു ഞാൻ ഉണ്ണീനൊന്ന് വിളിച്ചേക്കാം, ചിലപ്പോൾ അവർക്ക് പോകണോ എൻ്റെ ഉണ്ണിയുടെ അവസ്ഥ ഉണക്കേണ്ട അവസ്ഥ എന്ന് നോക്കാമെന്ന്. പോയപ്പോൾ എന്നോട് വയ്യടി അതിന് തണുക്കുന്നുണ്ട്, ഇനിയിപ്പോൾ അതിന് പനിക്കുണ്ടോ എന്ന് അറിയില്ല, പുതച്ചെടുക്കണം. കാരണം ഞാൻ വിളിച്ചില്ലായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോയി വിളിച്ചപ്പോൾ ഉണ്ണിയെ സ്കൂളിൽ പോകണം എന്ന് അല്ല അതിന് ശേഷം ചോദിച്ചു ഇത്ര എന്നോട് സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ മോന് വൈകിയപ്പോൾ അത് കുഴപ്പമില്ല, ഒരു ഗുളിയെ തന്നാൽ മതി വെച്ചാൽ ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവൻ ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ അവൻ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് വേണ്ടതെന്ന് വിചാരിച്ചത്. അങ്ങനെ നമ്മളിത് ഉച്ചത്തെ ഒരു മുട്ടച്ചോറാണ് ഇവിടെ. പ്രത്യേകിച്ച് കറിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നേരമില്ലാത്തതാണ് ഞാൻ വിചാരിച്ചു പിന്നെ മുട്ടച്ചോറ് ഉണ്ടാക്കാം. അപ്പോൾ അതാരും ഉണ്ടാക്കാത്തതുകൊണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ണികൾക്ക് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഒരു സബളയും ഒരു തക്കാളിയും കുനുനാന്ന് അരിഞ്ഞിട്ടാണ് ഈ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അതാണ് വാടി വരുമ്പോൾ ചോപ്പറിൽ തന്നെ ഒരു തുണ്ടൊക്കെ ഒരു പകുതി ക്യാരറ്റ് ഒന്ന് നന്നായി കുനുനാന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ കുഞ്ഞിതാക്കി അരിയാട്ടോ. ഇത് വാടി വന്നതോടുകൂടി ആ ക്യാരറ്റ് ഇട്ട് കൊടുത്തു, അരിക്ക് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേറെ മസാലകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, എടുത്ത് മതി. എരിവ് കുറച്ച് ഒന്നുകൂടി എരിവ് കഴിക്കാൻ ആഗ്രഹമുള്ള കുട്ടികളാണെങ്കിൽ ഒരു പച്ചമുളകും അരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 3 കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ അതിരിക്കട്ടെ. ചെറിയ കോഴിമുട്ടയായിരുന്നു കിട്ടിയത്. അപ്പോൾ 3 ഇട്ട്, അല്ലെങ്കിൽ വലിയ കോഴിമുട്ടയൊക്കെ ആണെങ്കിൽ 2.5 മതി കേട്ടോ. കുഞ്ഞു കോഴിമുട്ടയായിരുന്നു. അപ്പോൾ ഞാനൊരു 3 കോഴിമുട്ട ഉടച്ചു വെച്ചു. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, പ്ലെയിനാണ്. ആ മുട്ട ഇട്ടതിൻ്റെ ശേഷം അത് നന്നായി ഇങ്ങനെ കുത്തി പൊരിക്കണം കേട്ടോ. കുത്തി പൊരിച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു കുറച്ച് മല്ലിയില ഇടുന്നുണ്ട് കേട്ടോ. അത് ഇഷ്ടമുള്ളവരിട്ടാൽ മതി, ഇടണം നിർബന്ധമില്ല. കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. പിന്നെ നമ്മളതിലേക്ക് ചോറ് വാറി വെച്ചിട്ടുണ്ട്. ആ ചോറ് നമ്മുടെ സാധാ ചോറാണ് കേട്ടോ, നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കുറുകരിയുടെ ചോറ് നന്നായി ഇളക്കി സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി മുട്ടയും വെച്ചിട്ട് ചോറ് റെഡി കേട്ടോ, മുട്ടച്ചോറ് റെഡി. അപ്പോൾ നമ്മൾ ഇനി ഉണ്ണികൾക്കുള്ള ഫുഡാക്കാൻ പോട്ടെ. അപ്പോൾ അത് ആദ്യം സ്നാക്സ് ബോക്സിൽ ഞാൻ 2 ടീ കേക്കാണ് 2-3 പീസ് ചെറിയ പീസ് ടീ കേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുണിക്കുമ്പോൾ പറഞ്ഞത് വയ്ക്കുന്ന ഫ്രൂട്ട്സായിട്ട് മാമ്പഴം മതി അമ്മ എന്ന് 2-3 ദിവസമായി പറഞ്ഞ് എനിക്ക് സ്കൂളിൽ മാമ്പഴം കൊടുത്തേക്കുമെന്ന് കേട്ടോ. അങ്ങനെ ഇതേ കുണിക്കുമ്പോഴേക്കും മാമ്പഴം വെച്ചു. അതിൻ്റെ ശേഷം നമ്മുടെ ലഞ്ച് ബോക്സിന് മുട്ടച്ചോറാണ് കേട്ടോ ഇടുന്നത്. മുട്ടച്ചോറ് 2 ആൾക്കും ഇഷ്ടമാണ്. പക്ഷേ കുണിക്കുമ്പോൾ ഫുള്ള് കഴിച്ചു. കുണിക്കുമ്പോൾ എന്തോ വയ്യ കേട്ടോ. ഇപ്പോൾ ഇത്ര ദിവസം കുണിക്കുമ്പോഴായത് കഴിക്കേണ്ടത്. ഇന്നിപ്പോൾ കുണിക്കുമ്പോൾ കുറച്ച് കുറവാണ് കഴിച്ചത്. അല്ലെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ചോറാണ്. പക്ഷെ ഇന്ന് എന്തോ വയ്യ, അവനൊരു സുഖമില്ല. അങ്ങനെ നമ്മൾ കുറച്ച് സലാഡ് വെച്ചിട്ടോ, ക്യാരറ്റും കുക്കുമ്പറൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ലതാണ്, കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. വെജിറ്റബിളൊക്കെ കുട്ടികൾക്ക് ചെല്ലണം നല്ലതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ ടവലിൽ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഈ പ്രാവശ്യം ലഞ്ച് ബോക്സ് കൊണ്ടുള്ള ബാഗ് കഴിഞ്ഞ കൊല്ലത്തെ ഒരു ചുറ്റും പാത്രം കൊള്ള ചെറിയ ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്കൂളിൽ വാട്ടർ ബോട്ടിലും ഇതൊക്കെ സെപ്പറേറ്റ് ബാഗിൽ വെക്കണം എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ബാഗിൽ പറ്റില്ല, ബുക്ക് കൊണ്ടുള്ള ബാഗിൽ വെക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബാഗ് മേടിച്ചു. അതിലൊക്കെ ഫുഡൊക്കെ വെച്ചിട്ട് ശേഷം അവിടെ ക്ലീൻ ചെയ്തിട്ടു. പിന്നെ ഞങ്ങളുടെ 3 ആൾ കുളിച്ച് വന്നിട്ട് അവിടെ കുളിക്കുമ്പോൾ യൂണിഫോം കിട്ടാത്തതിനും കളർ ഡ്രസ്സ് ഇട്ടാണ് വേണം. അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു, ദൈവത്തിനെ പ്രാർത്ഥിച്ചു. മക്കൾക്ക് കുറിയൊക്കെ കക്കാട് അമ്പലത്തിലെ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ട് ആ ദോഷങ്ങളൊക്കെ മാറിന്. അങ്ങനെ അതിനേട്ടനും തൊട്ട് കൊടുത്തോട്ട് അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മക്കളോട് മാതാവിൻ്റെ അവിടെ ഞാൻ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. മക്കളോട് പറഞ്ഞു മാതാവിനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മാതാവിനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അവർ 2 ആളും മാതാവിനെ അടുത്തിട്ട് പറഞ്ഞു കൊടുത്തു, പഠിക്കാനുള്ള ബുദ്ധിയൊക്കെ തരുന്നേ, നല്ല കുട്ടികളാവണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ചു. ഒരു പുതിയ തുടക്കം നല്ലതിനാവട്ടെ. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയിലാട്ടോ. എന്തായാലും എനിക്ക് അപ്പോൾ എന്താ പറയുക, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അവർ പുതിയ സ്കൂളാകുമ്പോൾ ഇവർക്ക് ടെൻഷനും കാര്യമുണ്ട്. പക്ഷെ ഇല്ല, അവർ ഹാപ്പിയാണ്, അവർക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ആദ്യത്തെ ദിവസമാണ് കേട്ടോ. ആ കുട്ടിക്ക് ചെവി വേദന, എന്നാലും അവനാട്ടെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഡോക്ടറാണെങ്കിൽ പോകാൻ പറഞ്ഞു വേണ്ട ഞാൻ പൊക്കോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് അവനാണ് കേട്ടോ. നമ്മൾ വന്നപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് നമ്മൾ ചെവിക്ക് ഡോക്ടർ കാണിക്കല്ലോ മന്നാ.
അങ്ങനെ നമ്മള് പോവാണ് കുണക്കൻ്റെ അവരെ വണ്ടി പോയോന്ന് ഞാൻ നോക്കണില്ല. ക്രാറ്റാണ് എടുക്കുന്നുണ്ട്. പണ്ടല്ല വേറെ വണ്ടിയാണോ അതറിയില്ല. ഒരു 2 വണ്ടി എടുക്കാതെ അവിടുത്തെ കുട്ടികളാണ് കേട്ടോ, കുണക്കൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾ. അപ്പൊ അവര് വീട്ടിൽ ആ വണ്ടി പോയി നോക്കിയത് അവരെ കൊണ്ടാക്കാൻ അവരെ അമ്മേനെയാണ് പോവാറ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവർക്കും വണ്ടി കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കും വണ്ടി സെറ്റായിട്ടില്ല. സ്കൂൾ വണ്ടി ഞങ്ങൾക്ക് രണ്ടോട്ടും സെറ്റായിട്ടില്ല. അവർക്ക് സെറ്റ് ആവാഞ്ഞിട്ടില്ല. കുറച്ച് നേരത്തെയാണ് വണ്ടി വരുന്നത്. നമുക്ക് 15 മിനിറ്റ് ദൂരമുള്ളൂ അല്ലേ ചേട്ടാ? 15 മിനിറ്റ് ദൂരമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അത്ര നേരത്തെ വെച്ചിട്ട് തോന്നിക്കൊരു 7:45 വണ്ടി വരുന്ന പറഞ്ഞ് തോന്നുന്നു. അപ്പോൾ അച്ഛനൊക്കെ ആ വണ്ടിക്കാരോട് കൈയോട് അടിച്ച് എങ്ങോട്ട് വരുന്നത് എന്തൊരവസ്ഥയാന്ന് പറയും കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങള്. ഒരു വണ്ടിക്ക് അങ്ങോട്ട് പോവാനുള്ള വഴിയിലാണ് 2 ബസ്സുകൾ ഓവർടേക്ക് ചെയ്തിട്ട് ഒരു ബൈക്കാരൻ്റെ മുന്നിൽ അയാൾ കൈയോട് കാണിക്കുക. കുടുംബത്തിന് ചോദിക്കാണ്ട് പോണ മനുഷ്യന്മാരാ. ഈ തെണ്ടിത്തരത്തിന് ഒരു കാര്യമില്ല. ക്യാമറ ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു തേങ്ങ ഉണ്ടായിട്ട് കാര്യമായിട്ട്. ഇപ്പൊ കണ്ണിൽ ഓരോ കാഴ്ച കാണുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ പ്രതികരിച്ച് പോവാ. ഒന്നാമത്തെ ഇപ്പൊ നമ്മുടെ റോട്ടിൽ വന്നിട്ട് ഉണ്ണിയപ്പോട് ഉണ്ണിപ്പച്ചട്ടി എന്ന് പറയാൻ പറ്റിയപ്പോ അത് ചരക്കായി ഉള്ളി ചരക്കൊക്കെ ആയിട്ട് കിടക്കുന്ന റോഡിന്റെ ഒരു അവസ്ഥ. ഒരു റൂട്ട് നന്നാക്കിയിട്ട് എല്ലാവരും ഇതെല്ലാം വശം അവര് പൊളിച്ചിടും. എല്ലാം വശം അവിടെ ഇവിടെ പൊളിച്ചു ഇട്ടിട്ട് കണ്ടില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് ഒരു അവസ്ഥ, റോഡിന്റെ അവസ്ഥ. അതിന്റെ ഇടയിൽ ഈ ബസ്സുകാർ ചെയ്യണ അക്രമങ്ങൾ വേറെ. ഇതാവട്ടെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? അല്ല ആ ബൈക്കാരന്റെ മുന്നിലേക്ക് വന്ന സത്യാണ് അയാൾ പേടിച്ച് അയാൾ കൈയോട് മേടിക്കാൻ കേട്ടാന്ന്. ഒരു ബൈക്കിന് പോണ സ്ഥലമാക്കി ആ ബസ് ഓവർടേക്ക് ചെയ്ത് കാണാടിക്കണ്ട വണ്ടികൾ വരുന്നത്. ഒഴിഞ്ഞു നിൽക്കുമ്പോഴെല്ലാം ഓവർടേക്ക് ചെയ്യണം. ഇത്രയും വണ്ടികൾ മുന്നിലേക്കാണ്. മാറണമെങ്കിൽ മാറിക്കോ, അത്രയുണ്ട്. മാറാൻ പറ്റിയിരിക്കും അതിൻ്റെ അടിയിൽ പെട്ടോ, അത്രേ ഉള്ളൂ ബസ്സുകാരുടെ നിലപാട്. അവർക്കൊന്നും വരുന്നില്ലല്ലോ. ചെറുവണ്ടിക്കാർക്കാണ് ചെറുവണ്ടിക്കാർക്കാണുള്ള കുറ്റം മൊത്തം. അവരൊക്കെ എന്ത് ചെയ്താലും ആപത്തും കാര്യങ്ങളൊക്കെ അവർക്കാണ്. അതൊരു ലേഡിയാ അതല്ലേ ആ ബ്ലാക്ക് കോട്ട. ശരിയാ, ഞാനൊരു പെണ്ണായിരുന്നു സാരി എടുത്തിട്ട് 2 ബ്ലാക്ക് കോട്ട കണ്ടിട്ടില്ല. അപ്പോ നമ്മൾ സ്കൂളിലേക്ക് പോയിട്ടിങ്ങനെ എത്താറായിട്ടാ. വളരെ ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇത്ര നേരം കൂടെ നമ്മുടെ ഈ 5 മിനിറ്റ് ദൂരം കൊണ്ടില്ല ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ റോഡ് എന്നും പണിയും കാര്യമാണ്. ചിലപ്പോൾ ഈ വഴിക്ക് വണ്ടി കയറ്റില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ ചിലപ്പോൾ പ്രശ്നത്തിലേക്ക് ആക്കുക. അല്ലെങ്കിൽ ശരിക്കും ഒരു വിഷയമില്ല അല്ലേ? അതിനായിട്ട് സ്കൂട്ടി ഓടിക്കാൻ എൻ്റെ പേടിയായി കാരണമായിട്ട്. അല്ലെങ്കിൽ സത്യം ഒരുപാട് വിലയില്ലാത്ത സ്കൂട്ടി മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടാക്കൂല. പക്ഷെ അന്നേണ്ട സ്കൂട്ടി ഓടിച്ച് ശീലത്തിന് തന്നെയാണ് പേടിയാ. സ്കൂൾ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം വരണല്ലോ. ഭയങ്കര റേറ്റ് ആണെങ്കിൽ നമുക്ക് കൊണ്ടാക്കിക്കൊണ്ടുവരണം കേട്ടാ. നമുക്ക് താങ്ങാത്ത റേറ്റ് ആണെങ്കിൽ നമുക്ക് കൊണ്ടാക്കിക്കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ പിന്നെ പതുക്കെ സ്കൂട്ടിയൊക്കെ എടുത്തിട്ട് എഴുതിയെടുത്ത് മേടിച്ചിട്ട് ഓടിച്ച് പഠിക്കുകയും ചെയ്യാത്ത നല്ലത്. അതിന് അന്യായിട്ട് കുണുക്കിന് പിള്ളേരോട് ഒറ്റയ്ക്ക് പോവില്ല. അതാണ് അന്യാണ്ട് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ ഒറ്റയ്ക്ക് കയറണ്ടായിരിക്കും അല്ലേ? അതാണ് മടി. ഇങ്ങനത്തെ കാര്യത്തിനാണ് കേട്ടോ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഉപകാരമായി. ഇലക്ട്രിക്കിന്റെ സത്യം നമ്മൾ സ്വിഫ്റ്റ് എടുക്കുന്നേക്കാൾ മുന്നേ ഒക്കെ ആണെങ്കിൽ ഇലക്ട്രിക്കിന്റെ MGയുടെ വണ്ടി അല്ലേ, ചെറിയ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആകുമ്പോൾ നല്ല കേട്ടോ. കുട്ടികളുടെ വണ്ടിയൊക്കെ കറണ്ടിന്റെ ആകുമ്പോൾ അധികം റേറ്റും കാര്യങ്ങളൊന്നും വരില്ല, അധികം റേറ്റ് വരില്ല കൊണ്ടാക്കിയിട്ട്. പക്ഷെ പെട്രോളിന്റെ അടുത്ത് ഓടിച്ച് പോകണമെങ്കിൽ എളുപ്പമല്ല. കൊണ്ടു നടക്കാൻ തന്നെ ആനേനെ കൊണ്ട് നടക്കുന്ന ചിലവാ പെട്രോൾ കൊണ്ട് നടക്കുന്ന ചിലവ് ഒരുപോലെ അല്ല കൊടുക്കാ. അച്ഛൻ്റെ സമയം നോക്കി അച്ഛൻ സ്പീഡിൽ വിടണ്ടാവും. ഭയങ്കര സ്പീഡിലാണ് 40. അച്ഛന്റെ സ്പീഡാണ് 40. ഇതൊക്കെ ഭയങ്കര സ്പീഡാ. ഞങ്ങൾക്ക് അതിനായിട്ട് ഭയങ്കര സ്പീഡ് കുറച്ചിട്ട് എത്താറായി കൊടുക്കാം സ്കൂള്. എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊടുക്കേണ്ട സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള റോഡൊക്കെ അടിപൊളിയല്ലേ? ഇത് വലിയ കുഴപ്പം. ഇത് പണി കഴിഞ്ഞിട്ടുള്ള, ഇനിയും പണി കഴിഞ്ഞിട്ടുള്ള. ഇവർക്ക് എപ്പോഴാ പൊളിക്കാൻ തോന്നുന്നൊന്നും അറിയില്ല, അതൊരു വേറെ വിഷയം. സ്കൂളിന്റെ വഴി കറക്റ്റ് അല്ലേ? സ്കൂളിന്റെ വഴി കറക്റ്റ് അല്ലേ? കുറച്ചുകൂടി പോണല്ലേ? അത് കഴിഞ്ഞിട്ടില്ല അല്ലേ? ഞാനതിങ്ങനെ കടന്ന വെച്ചാൽ
ഇവിടെ ഒന്നും ആനയാണ് അതാന ആ കൊടുക്കണ ഉണക്കി എന്നാ ആനനെ കാണാട്ടാ. അവിടെ ഒരു വീട്ടിലൊരു ആനയുണ്ട്. ആ വീട് ഞല്ലേട്ടാ വീടാ അവന്റെ വീട്ടുകാരെ നെഗറ്റീവ് പറയലടാ. ഓടുന്നത് പട്ടിയല്ല ആനയാ. അപ്പൊ നീ കാണുന്നില്ല ആനയാണ് അവിടെ നിക്കുന്നത് ശരിക്കും. പിന്നെ പല സ്ഥലത്ത് ആനകളെ ഇങ്ങനെ ഡമ്മി ഉണ്ടാക്കി വെക്കണ്ടല്ലോ ഈ പൂരം കൊണ്ടുള്ളതൊക്കെ. അതാത് കുട്ടി വെച്ച് ആനകളൊന്നും ഇല്ലെങ്കിൽ നിക്കുന്നത്. ഇവിടെ എവിടെയാ കോളേജ്, എഞ്ചിനീയറിംഗ് കോളേജ്, റോയൽ എഞ്ചിനീയറിംഗ് കോളേജ്. ഇത് റോയൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ. അപ്പൊ അങ്ങനെ നമ്മളെ കുടുക്കനും ഒക്കെ കൊണ്ടാക്കി തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പൊ കുടുക്കൻ അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ടെൻഷൻ കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്കൊന്നും കുടിക്കുമ്പോൾ ടീച്ചർ നമ്മുടെ നാട്ടുകാരായിരുന്നു ബാംഗ്ലൂർ അങ്ങനെ എന്തോ തോന്നുന്നു. ഫുൾ ഇംഗ്ലീഷാണ്. അപ്പൊ അതിന് പെട്ടെന്നേ കുട്ടിക്ക് പറയണത് എന്താണെന്ന് അറിയുന്നുണ്ട്. പക്ഷെ കുട്ടിക്ക് പെട്ടെന്ന് അതൊരു സെറ്റായി വരാൻ കുറച്ച് ദിവസം പിടിക്കും. പിന്നെ പുതിയ സ്കൂള്, പുതിയ അന്തരീക്ഷം, പുതിയ മുഖങ്ങൾ. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം അവനുണ്ട്. കുണുക്കിനുണ്ട്. കുണിക്കും അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ, പക്ഷെ അവർ ഓക്കെയാണ്. കരച്ചിലോ ബഹളോ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയുള്ള ബഹളോ കാര്യങ്ങളൊന്നും അവനുണ്ടില്ല കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ അവർ പണ്ട് പോകുമ്പോൾ ഇങ്ങനെ ചെറിയ കിണുങ്ങിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ബഹളമായിട്ട് ചില കുട്ടികളൊക്കെ ഭയങ്കര ബഹളാവും അല്ലേ. അങ്ങനെ ചില കുട്ടികൾ അടി കുത്ത് ബഹളം കാര്യം അങ്ങനെയൊന്നുമില്ല കേട്ടോ കുണിക്കുമ്പോഴും. അപ്പം അവരാക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ഇനി നമുക്ക് നമ്മുടെ ജോലി ചെയ്യണ്ടേ, സാരി ബിസിനസ്സിന് പോകണ്ടേ, ഓർഡറുകളുണ്ട്. അപ്പോൾ അത് കൊറിയർ ചെയ്യണം, അയക്കണം. പിന്നെ കൊറിയറുകൾ വന്നിട്ടുണ്ട്, സാരികൾ നമ്മൾ ഓർഡർ ചെയ്ത് കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പൊളിക്കണം. വന്നതിൽ കുറച്ച് ഓർഡറുകൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പൊന്നിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞു, പൊന്ന കാത്തുനിന്ന് കൊണ്ടാക്കി വെച്ചപ്പോൾ ഇല്ല അമ്മ. അപ്പോൾ ഞങ്ങൾ വരുന്ന വെച്ചപ്പോൾ പിന്നെ അഞ്ഞിട്ട് വേണ്ട അവർ കൊണ്ടാക്കി അപ്പോൾ പറയുമ്പോൾ അച്ചാച്ചൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എന്താ അച്ചാച്ച അച്ചാച്ച അതിനൊക്കെ മുന്നേ അറിയൂ കാണാൻ ത്രാടിയില്ല. മക്കള് കരയാന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ. അപ്പൊ അവര് ഞാൻ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടാക്കി വന്നിട്ട് ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞു കേട്ടാ. എന്നിട്ട് ഞങ്ങള് അങ്ങോട്ട് പോകും നേരെ ട്ടാ. അല്ലേ കേട്ടാ. അപ്പൊ നമ്മുടെ മോർണിംഗ് ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അവരിയ്ക്കുന്നുണ്ട്. അവർക്ക് സ്കൂളിൽ ഇഷ്ടമായില്ലേ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ അവർക്ക് പുതിയ ബുക്കൊക്കെ കിട്ടിയില്ലേ? അപ്പൊ സ്കൂളൊക്കെ വിട്ട് വരികയാണ്. കുടിക്കിട്ട് സ്കൂൾ കുടിക്കൊക്കെ ഉറക്കണ്ടായത്. ഇപ്പൊ ഉറക്കില്ലല്ലോ കുടിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞാൽ കുടിക്കാൻ ഉറങ്ങും. അങ്ങനെ സ്കൂളിട്ടൊക്കെ വന്നതിന് ശേഷം അവർക്കുള്ള ചൂടുവെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് അവർക്കുള്ള വെള്ളയപ്പം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഉണ്ണോള് പഠിക്കാൻ പോയി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.